അങ്ങനെ ജിംഖാനയും കഴിഞ്ഞിട്ടാണ് പടക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തിയേറ്ററിൽ റണ്ണിങ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, പൊക്കൊണ്ടിരിക്കുകയാണ് പടക്കളം. സിനിമ ഞാൻ കണ്ടില്ല, കാണാം. കാരണം ഇത് നമ്മൾ എടുക്കുന്നതിന്റെ അന്ന് തലേ ദിവസമാണ് റിലീസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഇപ്പൊ റിലീസ് ആയത്. അതെ, അപ്പോൾ ഇത് ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററുകളിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ട്രെയിലർ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദീപിന്റെ അടുത്ത് പറഞ്ഞു, ബ്രോ ട്രെയിലർ കണ്ടിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ, നമുക്ക് ഷോയിൽ ഇരുന്ന് കാണാമല്ലോ ട്രെയിലർ, അപ്പൊ റിയാക്ഷനും കിട്ടുമല്ലോ. അതെ, പക്ഷേ ഫ്രൈഡേ ഫിലിം ഹൗസ് വിജയ് ബാബു ബ്രോയുടെ അടുത്ത് പറയണം എനിക്ക് കോപ്പിറൈറ്റ് തരരുന്നത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ. ഓക്കെ സെറ്റ്. അല്ല, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഗസ്റ്റ് വിജയ് ബാബു നേരിട്ട് പറയാം, ഞാൻ ഒരു ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ട്, എന്നെ പഞ്ഞിക്കിടരുതേ കോപ്പിറൈറ്റ് തന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു നടനെ സൈഡ് അവന്റെ വർക്ക് റിയാക്ട് ചെയ്യുന്ന രസമായിരിക്കും കേട്ടോ. നിക്കേടാ, പടക്കളം ട്രെയിലർ. ഓക്കെ. സുരാജേട്ടനും ഷറഫ് ബ്രോയും ആണല്ലോ തംബ്നെയിലിൽ കിടക്കുന്നത്. നീ എവിടെയാടാ? ഞാൻ ഉണ്ട് അതിനകത്ത്. എവിടെ ട്രെയിലറിൽ മൊത്തം ഞാൻ ഉണ്ട് ഉണ്ടല്ലേ? എടാ അല്ല, അത് നമ്മൾ ഈ സിനിമയുടെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അവര് മറ്റേ ബ്രാൻഡ് വാല്യൂ നോക്കിയാണ് എപ്പോഴും ഈ പോസ്റ്ററുകൾ വരാ. അത് വേണം എന്നാണ് എനിക്ക്. അല്ലല്ല, അത് വേണം. പടത്തിന്റെ വിജയമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ വിജയം. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെയും ആ പടത്തിന്റെയും വിജയമാണ് അതിന്റെ ക്രൂവിന്റെ വിജയം. അതെ, ഇവരെ കണ്ട അകത്ത് കയറുമ്പോ എന്നെ കാണുന്നുണ്ടല്ലോ, അത് മതി. അല്ല, അങ്ങനെ തന്നെയാണ് ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോ ലാലേട്ടന്റെ കൂടെ നമ്മൾ സൈഡ് ബൈ സൈഡ് ഒബ്വിയസ്ലി ലാലേട്ടന്റെ പടമല്ലേ ഇവിടെ വരുവുള്ളൂ. അതെ, അപ്പം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ നനയുന്നതിന്റെ കൂട്ടത്തില് ചീരയും കൂടെ നനഞ്ഞോട്ടെ. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടുപേർ കൂടെ കണ്ടാലോ? ഇല്ല, അളിയും കാണും. ഞാൻ മുഖം നോക്കട്ടെ. അയ്യോ, എക്സ്പ്രഷൻ ഇടേണ്ടി വരുമല്ലോ ഇനി. അതിന്റെ നാച്ചുറൽ ആയിട്ട് പിടിക്കണം. ഓക്കെ, പിടിക്കാം. ഓക്കെ, പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. വിശ്വസിക്കോടോ? ഞാൻ വിശ്വസിക്കില്ല. നോക്കാം. രഞ്ജിത്ത് സാറ് എങ്ങനെയോ ഷായ് സാറിന്റെ ബോഡി കൺട്രോൾ ചെയ്തു. പെണ്ണും പോയി കിളിയും പോയി. എടാ, അത് കൈ മാത്രമേ എന്റെ ഉള്ളൂ, അടിച്ചത് ഞാനല്ലാന്ന്. അങ്ങനെ ഡിസൈൻ ചെയ്ത ലോകോയിൽ ട്രയാങ്കിൾ കണ്ടു. പുള്ളിക്ക് എന്താ കൂടോത്ര വശമുണ്ട്. എടാ, എനിക്ക് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്ത്? എടാ, ഇപ്പൊ നടക്കുന്ന ഈ കളിയിൽ രഞ്ജിത്ത് സാറ് പെറ്റുവെച്ചിട്ടുള്ളത് ശരീരത്തിന്റെ നിയന്ത്രണമാണ്, പരകായ നിയന്ത്രണം. എടാ ചുമ്മാരി, മറ്റേ ബോഡി സ്വാപ്പിംഗ് ഒക്കെ ഉണ്ടോ? എടാ, പക്ഷേ ലുഡോ ഒരു പുതിയ ഗെയിം ഒന്നുമല്ല. പച്ചീസ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ പുതിയ വെർഷനാണ് ലുഡോ. ശകുനിയൊക്കെ മഹാഭാരത്തിൽ കളിച്ചത് ഇതിന്റെ ഒരു വേറെ വെർഷനാണ്. മഹാഭാരത് നടന്ന എന്താന്ന് ഓർമ്മയില്ലേ? ഇല്ല, ഞങ്ങളൊന്നില്ല. എന്നാലും സാറ് ഇതെങ്ങനെ ബ്രേക്കപ്പ് ആയപ്പോ കിളി പോയല്ലേ? ഈ വിഷയം പുറത്തറിഞ്ഞു കഴിഞ്ഞ പ്രശ്നം. അതെ, ഇത് നമ്മുടെ സൂപ്പർ ഹീറോ മൊമെന്റ് ആണെങ്കിലും. എന്ത് ഇത് കഴിഞ്ഞ കോളേജ് മൊത്തം കൺട്രോൾ ചെയ്യും. അത് കഴിഞ്ഞ് കേരളം, അത് കഴിഞ്ഞ് ഇന്ത്യ, പിന്നെ ലോകത്തുള്ള മൊത്തം ആൾക്കാരെ അങ്ങനെ കൺട്രോൾ ചെയ്യും. എന്തോ അവരുടെ അത്ര കഴിവൊന്നും ലേക്കുന്ന എനിക്ക് തോന്നണം. പണ്ട് ടിപ്പു സുൽത്താൻ മുട്ടുകുത്തിച്ച സ്ഥലമായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മളിപ്പോ ചെന്നേറാൻ പോണത് ഒരു പടക്കളത്തിലേക്കാണല്ലേ. ജിതിൻ കേരളത്തിലുണ്ട്, പോയി അടി. എടാ, എന്ത് പുള്ളി ഡിസൈനാണോ? അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാറിന് കിട്ടിയില്ലേ? കൈയടിക്ക്. നീ അടി. എന്താ നിന്റെ നോക്കി ഓടിക്കടാ. സാറേ, ഇന്ത്യ മാർക്ക് ഇവിടെ വെച്ച് തന്നെ നിനക്ക് ഇന്ത്യയുടെ അത് മാർക്ക് വേണം. സുബ്ര തീർന്നിട്ടില്ല, മതി. എടാ, സത്യമായിട്ട് എനിക്ക് കാണാൻ തോന്നിയടാ. ഞാൻ എക്സാഗ്രേറ്റ് എന്ന് പറയണല്ല. ഓക്കെ, എനിക്ക് കണ്ടത് വെച്ചിട്ടുള്ള ഡിഡക്ഷൻ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു എന്തോ ഒരു മന്ത്രവാദ സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. മന്ത്രവാദ സെറ്റപ്പ് ഉണ്ട്, ഒരു ദുരൂഹത
എനിക്ക് ഫീൽ ചെയ്ത്, ഒരു ദുരൂഹത ഫീൽ ചെയ്ത്. പിന്നെ സുരാജ് ഏട്ടൻ അതിനകത്ത് ടീച്ചറാണ്, എനിക്ക് മനസ്സിലായി. പ്രൊഫസറാണ്. നീ സ്റ്റുഡന്റ് ആണ്. നീയും ബാക്കി 4 അരുൺ പ്രദീപ് ഉണ്ടല്ലേ? അരുൺ പ്രദീപ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 4 പേര് സ്റ്റുഡൻസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഷറഫ് ബ്രോ അവിടുത്തെ സാറാണെന്ന് തോന്നുന്നു. അതെ, ആണ്. ഓക്കെ, ഇത്രയും എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസ് നടക്കുന്ന ഒരു കഥയാണ്. കോളേജ് ക്യാമ്പസ് നടക്കുന്ന ഒരു കഥയാണ്. എന്തോ ഒരു മന്ത്രവാദം ഇതിനകത്തുണ്ട്. കാരണം മറ്റേ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു സെറ്റപ്പുകൾ എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ എന്തോ എനിക്കത് മൊത്തത്തിലൊരു ഫണ്ണായിട്ട് തോന്നും. സുരാജേട്ടൻ്റെ കോമഡി മിസ് ചെയ്യാത്ത ദിവസം ഞാൻ ഇല്ല. സുരാജേട്ടനകത്ത് നല്ല അത്യാവശ്യം ഹ്യൂമറുള്ള സുരാജേട്ടനും അടിപൊളിയായിട്ട് ഹ്യൂമർ. പഴയ സുരാജേട്ടന്റെ കുറെ ഗ്ലിംസസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അയ്യോ, ഐ മിസ് ഹിം സോ മച്ച്. ഇതിൽ മറ്റേ സാധനം ഇല്ലേ, പോടാ പട്ടി, അതുപോലത്തെ കൂടാത്ര വശം ഉണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ടപ്പം. അല്ല, പടം ഈ എന്താ പറയാ, ഒരു മാജിക്കൽ ഫാന്റസി ജോണറിൽ വരുന്ന സിനിമയാണ്. ഇപ്പൊ ഇന്നലെ റിലീസായി. ഞാൻ 2-3 തിയേറ്റർ വിസിറ്റ്സിൽ പോയി. അത്യാവശ്യം നല്ല ഹൗസ്ഫുൾ ആയിരുന്നു. ലുലു ഇന്നലെ ലുലു ആയി പോയി. അപ്പോൾ അവിടെ ഹൗസ്ഫുൾ ആയിരുന്നു രാത്രി. എല്ലാവരും ഭയങ്കര ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര നല്ല ഫൺ വാച്ചാണ് സിനിമ. മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അയ്യോ എടാ, ഇതെനിക്ക് സത്യം, ഇത് കോപ്പിറൈറ്റ് തരരുത്, ഞാൻ വീണ്ടും പറയാണ് ക്ലിപ്പ് ഇട്ടതിന്. അപ്പോൾ എനിക്ക് സത്യം പറയുന്നത് കണ്ടപ്പോൾ കാണാൻ തോന്നിയായിരുന്നടാ. എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത്. ഞാൻ എന്തായാലും നാളെ തന്നെ പോകും. നാളെ തന്നെ ചെന്ന് കണ്ടിട്ട് ഞാൻ വീഡിയോയിലൂടെ തന്നെ അറിയിക്കും. എന്തായാലും ഇത് വർക്കാവും. ഇതിലിപ്പോ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഉണ്ട് സാഫ് ബോയ്, അയ്യോ ഞാൻ പറയാൻ വിട്ടു, സാഫ് ബോയ് ഉണ്ടായിരുന്നു. സാഫ് ഉണ്ട്, അരുൺ അജികുമാർ, നമ്മുടെ മലയാളത്തിലെ എല്ലാ ഹിറ്റ് സിനിമയുടെ പോസ്റ്റർ ചെയ്യുന്ന എസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. കുഞ്ഞമ്മ, നല്ല കുഞ്ഞമ്മ, എല്ലാം അവനാ ചെയ്യുന്നത്. അവനാ ചെയ്തത്. അപ്പം അവനാണ് ഇതില് വേറൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്, അരുൺ അജികുമാർ, അരുൺ പ്രദീപ്, ഇൻഫ്ലുവൻസർ. പിന്നെ നിരഞ്ജനുണ്ട്, ഷറഫിക്കുണ്ട്, സുരാജേട്ടനുണ്ട്, പൂജ ചേച്ചിയുണ്ട്, പൂജ മോഹൻരാജ്. പിന്നെ ഇത്രയും പേരാണ് സിനിമയുടെ ഒരു മേജർ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ഒരു ഫൺ ഫാന്റസി എന്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. ആരും തിയേറ്ററിൽ മിസ് ചെയ്യരുത്, ഓടിപ്പോയി കാണാം. പക്ഷെ ഒരു കോമഡി എന്ന് പറഞ്ഞാലേടാ, ഇപ്പോ വിജയ് ബാബു ചേട്ടനും നമ്മുടെ ഷറഫ് ബ്രോയും വരുന്ന എപ്പിസോഡ് ചിലപ്പോ നിന്റെ മുന്നേ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആൾക്കാർ വിചാരിക്കും നീ ഇവിടെ പറഞ്ഞല്ലേടാ ഇപ്പൊ അപ്പുറത്ത് പറയാൻ പോണേന്ന്. അപ്പൊ അത് ടൈം ലൈൻ നോക്കേണ്ടി വരും കേട്ടോ. എന്തായാലും ഇതാണ് നമ്മൾ ആദ്യം എടുത്ത പോഡ്കാസ്റ്റ്. ഇതിന് ശേഷമാണ് അവർ രണ്ടുപേരും വരാൻ പോകുന്നത്. അതെ, പക്ഷെ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ അവരുടെ അത് ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ദിവസം ശേഷം അത് ടൈം ലൈൻ സെറ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല, എന്ത് ടൈമിലും പോയി അറിയണ്ട. പോഡ്കാസ്റ്റ് എപ്പോഴും ഇട്ടാലും എല്ലാവരും പോയി സിനിമ കാണുക എന്നുള്ളതാണ്. ഇത് ഇറങ്ങുന്ന സമയത്ത് തൊട്ട് ആൾക്കാർ അല്ല, പല കിഡിലം പടങ്ങളും മാർക്കറ്റിങ്ങിന്റെ കുറവ് കാരണം ആൾക്കാരിലോട്ട് എത്താതെ പോവാറുണ്ട്. അങ്ങനെ പോവാതിരിക്കട്ടെ. അതെ, നല്ല സിനിമയാണ്, എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്ന എവിടെയാണ്? ഇത് നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലെ ഷൂട്ട് ചെയ്തത്, ഒരു കോളേജിൽ. കാഞ്ഞിരപ്പള്ളി, കോട്ടയം ജില്ലയൊക്കെ ചോദിച്ചാൽ എടുത്തല്ലേ? എടാ നീ ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ ആയിരിക്കണം. അത് നീ എവിടത്തെ ബസ്സാ അല്ലെങ്കിൽ എവിടെ തൊട്ടാ പോയത്? ഇടുക്കിയല്ലേ? ഇടുക്കി ജില്ലല്ലേ? കാഞ്ഞിരപ്പള്ളി എവിടെയാണെന്ന് നോക്കട്ടെ. പുല്ല് 2 കണക്കിയാണ്. കാഞ്ഞിരപ്പള്ളി is a താലൂക്ക് in a town in കോട്ടയം district. Situated about 38 kilometers away from district capital. അപ്പൊ കോട്ടയം. ഇടുക്കിയോ? ഞാൻ പറഞ്ഞില്ല പഠിക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റും. അല്ലടാ നീ പോയ അതെന്റെ വഴി പോട്ടെ. കാഞ്ഞിരപ്പള്ളി ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. അതെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി കോട്ടയം എന്ന് പറയാൻ കാരണം എന്താണ്, കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരെന്നൊക്കെ പണ്ട് സിനിമയിലൊക്കെ കേട്ടിട്ടാണ് ഞാൻ കോട്ടയം ഒന്ന് ചാമ്പി നോക്കിയത്. ശരിയാ, കറക്റ്റായിട്ട് അല്ല, അത് ഫുൾ ഷൂട്ടും കാഞ്ഞിരപ്പള്ളി തന്നെ ആയിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു ഓൾമോസ്റ്റ്. സുരാജേട്ടനോട് ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്തത്? സുരാജ് അല്ല, 18ാം പടിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, എമംഗ് ദ ഗ്രൂപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതില് പ്രോപ്പർ ഗിവ് ആൻഡ് ടേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു സുരാജേട്ടനോട് വർക്ക് ചെയ്തിട്ട്? പൊളിയായിരുന്നു. സുരാജേട്ടന് ഭയങ്കര നമ്മൾ കംഫർട്ട് ആക്കുന്ന ഒരു പ്രകൃതമാണ്. ആയിരുന്നു.
ഞങ്ങളുടെ കൂടെ ആയിരുന്നു. എനിക്ക് അതറിയാം. കാര്യം ഞങ്ങള് സുരാജേട്ടൻ വരുന്നതിന് തൊട്ട് മുന്നേ പറയാം, സുരാജേട്ടൻ സ്ട്രിക്റ്റ് ആണ്, എല്ലാവരും നന്നായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഇൻഹിബിഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞു തന്നത്? അല്ല, മൊത്തത്തിലൊരു കരക്കമ്പി. സുരേഷ് ചേട്ടൻ വരുന്നതിന് മുന്നേ അവിടെ കരകമ്പി ആയിരുന്നേ. കളറായിരിക്കും, എല്ലാവരും നന്നായിട്ട് നിൽക്കണം എന്നുള്ള. പക്ഷെ സുരാജ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര അമ്മനായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയ്ക്ക് മന്തി കഴിക്കാനൊക്കെ പോകും. ലഞ്ച് ബ്രേക്കിന് സുരാജേട്ടൻ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇന്നെ വിളിച്ച് തരും പുള്ളി. നമ്മളെല്ലാവരും കൂടെ പോകും. അത്രയും കമ്പനിയായിരുന്നു. രാത്രി പുള്ളി നമ്മുടെ റൂമിലേക്ക് വരും. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറച്ച് മ്യൂസീഷ്യൻസ് ഉണ്ട്. അരുൺ പ്രദീപ് നന്നായി പാട്ട് പാടും. അപ്പോൾ അവൻ ഈ ഗിറ്റാറും കീബോർഡും മൈക്കൊക്കെ ആയിട്ടാ വന്നത്. അവന്റെ വീഡിയോസ് ഒക്കെ വേറെ ലെവൽ വീഡിയോസ്, സ്ക്രിപ്റ്റ് ചെയ്യുന്ന പയ്യനാണ്. അതെ. അപ്പൊ ഇവൻ ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പായിട്ടാ വന്നത്. അപ്പൊ മൈക്കും ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സുരാജ് ചേട്ടൻ രാത്രി ഒന്ന് മിമിക്രി പുള്ളിയുടെ പ്രൈവറ്റ് ഷോ ഞങ്ങൾക്ക്. എന്തോരം ഐറ്റം ഉണ്ടെന്നറിയോ സുരാജ്? ഒരുപാട് ഐറ്റം. ആലേട്ടനൊക്കെ അവിടെ വെച്ചിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ. പിന്നെ ബീറ്റ് ബോക്സ് ചെയ്യും പുള്ളി. ബീറ്റ് ബോക്സ് ചെയ്യും. ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു പ്രാവശ്യം വന്നിട്ട് മൊത്തം ഗാനമേള ഒറ്റയ്ക്ക് ചെയ്ത് മൃദംഗമൊക്കെ പൊളിയായിരുന്നു. പണ്ടത്തെ ബീറ്റ് ബോക്സേഴ്സ് ആടാ ഇവരൊക്കെ. ഇപ്പോഴാണ് ബീറ്റ് ബോക്സിംഗ് എന്ന് പേര് വന്നത്. പണ്ട് ഇത് ഗാനമേള, മറ്റേ മിമിക്സ് ഗാനമേള ഉണ്ടല്ലോ. ഒരാൾ ഘടം വായിക്കുന്നു, ഒരാൾ മൃദംഗം വായിക്കുന്നു, ഒരാൾ മദ്ദളം വായിക്കുന്നു. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ടാലന്റ് അവരല്ല. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന ഒരു നടനാണ് സുരാജ് ചേട്ടൻ. പണ്ട് ആ OG നടന്മാരെല്ലാം അങ്ങനെ ഉയർന്നു വന്നവരല്ലേടാ. അതെ, തീർച്ചയായും. അവർക്ക് അതിൻ്റെതായ ബേസ്മെന്റ്. അതെ, അത് നീയും നിനക്ക് ധൈര്യമായിട്ട് അന്തസ്സോടുകൂടി പറയാം. നീ സ്വന്തം കഷ്ടപ്പാടിന്റെ ഫലത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അല്ല, ഇത്രയും തന്നെടാ. ഇപ്പോ ഇങ്ങനെ ഒരു പടത്തിലൊരു നല്ല റോള് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നല്ല കാര്യം തന്നെയാണ്. അത് അണ്ടർ വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അഭിമാനിക്കാം. അത് എളിമ നമ്മള് അഹങ്കാരം പറയണമെന്നുള്ളൊരു തോന്നൽ വേണ്ട. അത് ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്ടാ. തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ്. ഇതുവരെ ഇത്ര എത്താൻ പറ്റും, അത് ഇത്രയും വേഗം എത്താൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എത്തണം എന്നുണ്ടായിരുന്നു, ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ചെങ്കിലും സാധിക്കാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പിയാണ്.